സ്വാഗതം എല്ലാവർക്കും വളരെ പ്രധാനപ്പെട്ട ഒരു സോഷ്യൽ സയൻസ് ക്വസ്റ്റ്യൻ ഡിസ്കഷനിലേക്ക്. നമ്മൾ ഇന്ന് നോക്കുന്നത് സോഷ്യലിൽ നമ്മുടെ എക്സാമിന് വന്നിട്ടുണ്ടായിരുന്ന വളരെ പ്രധാനപ്പെട്ട ചോദ്യങ്ങളാണ്. അപ്പോൾ അതിൽ കുറച്ചധികം ചോദ്യങ്ങൾ ഇന്ന് നോക്കും, ബാക്കി നമ്മൾ നെക്സ്റ്റ് ഡേ ആണ് നോക്കുക. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം സോഷ്യൽ സയൻസ് കാറ്റഗറി 2 സംബന്ധിച്ചിടത്തോളം 60 ക്വസ്റ്റ്യൻസ് ആണ് ഉണ്ടാവുക അല്ലെ. അപ്പൊ 60 ചോദ്യങ്ങളിൽ ഏകദേശം 45ഓളം ചോദ്യങ്ങൾ നിങ്ങൾക്ക് ടെക്സ്റ്റ് ബുക്ക് നമ്മുടെ 10ാം ക്ലാസ് വരെയുള്ള സ്റ്റേറ്റ് സിലബസിന്റെ ടെക്സ്റ്റ് ബുക്ക് വായിച്ചാൽ തന്നെ നിങ്ങൾക്ക് കിട്ടും. അതിന്റെ കൂടെയുള്ള ബാക്കി വരുന്ന ഒരു 10, 15, 20ഓളം ചോദ്യങ്ങൾ വരുന്നത് നമ്മുടെ പെഡഗോഗി സെഷൻ ആണ്. നിങ്ങളത് സൈക്കോളജി പഠിച്ചാൽ സ്കോർ ചെയ്യാൻ പറ്റുന്നതേ ഉള്ളൂ. അതുകൊണ്ട് അത്യാവശ്യം നന്നായിട്ട് സ്കോർ ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് സോഷ്യൽ വരിക. പക്ഷേ ഒരുപാട് പ്രീവിയസ് ക്വസ്റ്റ്യൻ നിങ്ങൾ വർക്ക്ഔട്ട് ചെയ്യണം. അതിന്റെ കൂടെ തന്നെ ടെക്സ്റ്റ് ബുക്ക് നന്നായിട്ട് പഠിക്കണം. ഓക്കെ, നമുക്ക് അധികം സംസാരിക്കേണ്ട, ഡയറക്റ്റ് ഓരോ ക്വസ്റ്റിലേക്ക് വരാം. ഫസ്റ്റ് ഇങ്ങനെയാണ് വന്നത്: ഭൂമിയിലെ ഒരു ദിവസം എന്നാൽ എന്താണെന്നാണ് ചോദിച്ചത്. ഭൂമിയിലെ ഒരു ദിവസം എന്നതുകൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നതെന്നാണ് ചോദിച്ചത്. ഓപ്ഷൻ നോക്കിയേ. ഭൂമിക്ക് സ്വന്തം അച്ചുതണ്ടിൽ ഒരു ഭ്രമണം പൂർത്തിയാക്കാൻ വേണ്ട സമയം എന്ന് പറഞ്ഞു. ഭൂമിക്ക് സൂര്യന് ചുറ്റും ഒരു പരിക്രമണം പൂർത്തിയാക്കാൻ വേണ്ട സമയം. പിന്നെയോ ചന്ദ്രന് സ്വന്തം അച്ചുതണ്ടിൽ ഒരു ഭ്രമണം പൂർത്തിയാക്കാൻ വേണ്ട സമയം. അതുപോലെ തന്നെ ചന്ദ്രന് ഭൂമിക്ക് ചുറ്റും ഒരു പരിക്രമണം പൂർത്തിയാക്കാൻ വേണ്ട സമയം എന്നിങ്ങനെ 4 തന്നിട്ടുണ്ട്. അപ്പൊ നമുക്ക് ചോദിച്ചത് ഭൂമിയിലെ ഒരു ദിവസം എന്നാൽ എന്താണെന്നാണ് ചോദിച്ചത്. അപ്പൊ നമ്മുടെ എർത്തുമായി ബന്ധപ്പെട്ട, ഭൂമിയുമായി ബന്ധപ്പെട്ട കാര്യമാണ് ഇവിടെ ചോദിച്ചത്. അപ്പൊ നമ്മൾ ചന്ദ്രനിലേക്ക് പോകേണ്ട കാര്യമില്ല എന്ന് പറഞ്ഞാൽ തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, ഈ രണ്ടെണ്ണം അങ്ങോട്ട് കട്ട് ചെയ്ത് കളയുക. ചന്ദ്രന് നമുക്കിപ്പോൾ തൽക്കാലം ആവശ്യമില്ല. അപ്പൊ ആദ്യത്തെ രണ്ടെണ്ണത്തിൽ ഏതോ ഒരെണ്ണമാണ് നമ്മുടെ ആൻസർ എന്നറിയാം. അപ്പൊ എന്താണ് ഭൂമിയിലെ ഒരു ദിവസം? നിങ്ങൾക്കറിയാം 1 day എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം അറൌണ്ട് 24 hours ആണെന്ന് അറിയാം അല്ലെ. എന്നാൽ 1 year എന്ന് വെച്ചാൽ നമുക്കറിയാം ഏകദേശം 365 days ആണ്. ജസ്റ്റ് അറൌണ്ട് 365 days ആയിട്ട് നമ്മൾ പറയുന്നുണ്ട്. ക്ലിയർ? അപ്പോ ഭൂമിയിലെ ഒരു ദിവസം എന്ന് വെച്ചാൽ നമുക്ക് എന്ത് ഇതിൽ പറയാൻ പറ്റും? ഇതിലേതോ ഒന്നാണ്. ഇതിൽ ഒന്ന് 24 മണിക്കൂറാണ് വരുന്നത്, മറ്റൊരെണ്ണം 365 ദിവസമാണ്, 365 days ആണ് വരുന്നത്. ഓക്കെ, അപ്പൊ ഏതാ വരുക? ഓക്കെ, അപ്പൊ ഭൂമിയിലെ ഒരു ദിവസം എന്ന് വെച്ചാൽ നമുക്കറിയാം, ഒരു ദിവസം എന്ന് വെച്ചാൽ ഭൂമിയിൽ 24 മണിക്കൂറാണ് നമുക്ക് എല്ലാവർക്കും അറിയാം അല്ലെ. അപ്പൊ 24 മണിക്കൂർ എന്ന് വെച്ചാൽ ഒന്നുമില്ല, ഭൂമി അതിന്റെ അച്ചുതണ്ടിൽ, സ്വന്തം അച്ചുതണ്ടിൽ എന്ത് ചെയ്യുന്നു? ഇങ്ങനെ കറങ്ങുന്നു. ഒരു ഭ്രമണം പൂർത്തിയാക്കാൻ എടുക്കുന്ന സമയമാണ് നമ്മുടെ 24 മണിക്കൂറായിട്ട് പറയുന്നത്. മനസ്സിലായില്ലേ? എന്നാൽ ഭൂമിക്ക് സൂര്യന് ചുറ്റും ഒരു പരിക്രമണം ഇങ്ങനെ പൂർത്തിയാക്കാൻ വേണ്ട സമയമുണ്ട്. അത് വലിയൊരു വർഷമായിട്ട് നമ്മൾ പറയും. ക്ലിയർ? അപ്പൊ നമ്മുടെ ആൻസർ ആയിട്ട് വരുന്നത് ഭൂമിയിലെ ഒരു ദിവസം എന്ന് വെച്ചാൽ ഭൂമിക്ക് സ്വന്തം അച്ചുതണ്ടിൽ ഒരു ഭ്രമണം പൂർത്തിയാക്കാൻ വേണ്ട സമയമാണ്. ഭ്രമണം മീൻസ് ഒരു സ്വന്തം അച്ചുതണ്ടിൽ അതിങ്ങനെ കറങ്ങുന്നു. അങ്ങനെ ഒരു കറക്കം കംപ്ലീറ്റ് ചെയ്യാനാണ് ഭൂമിക്ക് എത്ര വേണ്ടത്? 24 hours മീൻസ് ഒരു ദിവസം വേണ്ടത്. എന്നാൽ അതിങ്ങനെ സ്വന്തം അച്ചുതണ്ടിൽ കറങ്ങിക്കൊണ്ട് സൂര്യനെ ഇങ്ങനെ വലം വയ്ക്കുന്നു. അതിനാണ് നമ്മൾ പരിക്രമണം എന്ന് പറയുക അല്ലെ. ആ സാധനത്തിന് വേണ്ടത് ഒരു വർഷമാണ്. ക്ലിയർ അല്ലേ? അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? ഭൂമിയിൽ ഒരു ദിവസം എന്ന് വെച്ചാൽ ഇതന്നെയാണ്, സ്വന്തം അച്ചുതണ്ടിൽ കറങ്ങുന്നു. നിങ്ങളോട് ഇതേ ചോദ്യം തിരിച്ച് ഇങ്ങനെയും ചോദിക്കാറുണ്ട്. പിന്നെ ദിനരാത്രങ്ങൾക്ക് കാരണമാകുന്നത് എന്താണ് എന്ന് ചോദിക്കാറുണ്ട്. അപ്പൊ ദിനരാത്രങ്ങൾ എന്ന് വെച്ചാൽ ദിനവും രാത്രിയും ഒരു ദിവസമാണ് ഉദ്ദേശിക്കുന്നത്. മനസ്സിലായില്ലേ? അതെന്താണ്? ഭ്രമണമാണ്. ഓക്കെ, ഭ്രമണമാണ്. എന്നാൽ ഋതുക്കൾ മാറി മാറി വരുന്നുണ്ടല്ലോ അല്ലെ. ഋതുഭേദങ്ങൾക്ക് കാരണമാകുന്നത് പരിക്രമണമാണ് എന്നുള്ള കാര്യം ഓർത്തിരിക്കുക. അതെന്താണ്? സ്വന്തമല്ല, സൂര്യന് ചുറ്റും ഭൂമി കറങ്ങുന്നതാണ്. അത് നോട്ട് ചെയ്ത് വെക്കുന്നത് നല്ലതായിരിക്കും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 2. സൗരയൂഥത്തിലെ ഏറ്റവും തിളക്കമുള്ള ഗ്രഹം ഏതാണ്? നമ്മൾ സൗരയൂഥം എന്താണെന്ന് പഠിച്ചിട്ടുണ്ട്. നമ്മൾ അതിന്റെ ക്ലാസ് എഴുതിയാണ്, EVS ന് വേണ്ടി ചെയ്തതാണ്. പക്ഷേ അത് ഞാൻ പറഞ്ഞു, ആ സമയത്ത് തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. EVS ആയാലും സയൻസിനായാലും സോഷ്യൽ ആയാലും അതിൽ നിന്നൊരു ക്വസ്റ്റ്യൻ വരുന്നുണ്ട്. സോ നിങ്ങൾ നിർബന്ധമായിട്ട് എല്ലാവരും പഠിക്കണം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. കവർ ചെയ്യാത്ത ആളുണ്ടെങ്കിൽ സൗരയൂഥത്തിന്റെ, നമ്മുടെ സോളാർ സിസ്റ്റത്തിന്റെ ചെയ്തിട്ടുണ്ട്, ഒന്ന് കവർ ചെയ്യുന്നത് നല്ലതായിരിക്കും. റീസെന്റ് വീഡിയോസ് ഒന്ന് ജസ്റ്റ് നിങ്ങൾ നോക്കിയാൽ മതി. ഓക്കെ, അപ്പൊ അതിൽ ഏറ്റവും തിളക്കമുള്ള ഗ്രഹം ഏതെന്നാണ് ചോദിച്ചത്. ശുക്രൻ, ബുധൻ, വ്യാഴം, ശനി. അപ്പൊ ഇവരിൽ ആരാണ് ഈ പറയുന്ന തിളക്കമുള്ള ഗ്രഹം? ഡയറക്റ്റ് ക്വസ്റ്റൻ ആണ്. സോ നമുക്ക് പെട്ടെന്ന് തന്നെ പറയാം, ശുക്രനാണ് ആൻസർ എന്ന് ഓർത്തിരിക്കുക. അപ്പൊ സൗരയൂഥത്തിൽ ഏറ്റവും തിളക്കമുള്ളത് ശുക്രനാണ്. ക്ലിയർ? അതൊന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കി വെക്കുക. പ്രഭാത നക്ഷത്രം, സായാഹ്ന നക്ഷത്രം എന്നൊക്കെ അറിയപ്പെടുന്നത് ശുക്രനെയാണ്. ഓക്കെ, ക്ലിയർ? ആ കാര്യം ഒന്ന് ഓർത്തിരിക്കുക. നെക്സ്റ്റ്, മെഹ്റൗളി ഇരുമ്പ് സ്തംഭം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ഡയറക്റ്റ് ക്വസ്റ്റൻ ആൻസർ ആണ് അല്ലെ. മെഹ്റൗളിയിലെ ഇരുമ്പ് ശാസനം അല്ലെങ്കിൽ ഇരുമ്പ് സ്തംഭം എന്നൊക്കെ പറയും. അത് സ്ഥിതി ചെയ്യുന്നത് എവിടെയാണെന്ന് ചോദിച്ചാൽ അലഹബാദ്, പാറ്റ്ന, ന്യൂഡൽഹി, വാരാണസി. എവിടെ വരുക? ഇരുമ്പ് ശാസ്ത്രം മെഹ്റൗളി എന്ന് കേൾക്കുമ്പോൾ തന്നെ ഉറപ്പിച്ചോ, മെഹ്റൗളി ഹായ് ഉണ്ട്. ഈ ഹാ വെച്ച് നേരെ അലഹബാദ് പോകാൻ പാടില്ല, ന്യൂഡൽഹി ആണ് കേട്ടോ. ന്യൂഡൽഹി, മെഹ്റൗളി, ന്യൂഡൽഹി. ഓക്കെ, മെഹ്റൗളി, ന്യൂഡൽഹി. അപ്പൊ ആൻസർ വരുന്നത് ഡൽഹിയാണ്. അടുത്ത ക്വസ്റ്റ്യൻ, ചുവടെ കൊടുത്തിട്ടുള്ളവയിൽ കായാന്തരിത ശില ഏതാണ്? ശിലകൾ നിങ്ങൾ 3 എണ്ണം പഠിച്ചിട്ടുണ്ട്. ആഗ്നേയശില, അവസാദശില, കായാന്തരിത ശില. കായാന്തരിത ശില എന്ന് വെച്ചാൽ കേരളത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്നത് കായാന്തരിതമാണ്, നിങ്ങൾ പഠിച്ചിട്ടുണ്ട് അല്ലെ. മാർബിളും മറ്റെന്തോ ഒക്കെയാണ് അതിന്റെ എക്സാമ്പിൾ ഒക്കെ നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഏതാ പറയാൻ പറ്റുക? കായാന്തരിത ശില ഏതെന്നാണ് ചോദിച്ചത്. അപ്പൊ ഇതിന് എക്സാംസ് ഒക്കെ നമ്മൾ ആ ടെക്സ്റ്റ് ബുക്ക് ഡിസ്കഷനിൽ പറഞ്ഞാണ്, എല്ലാ ടെക്സ്റ്റ് പറയുന്നത് തന്നെയാണ്. ഗ്രാനൈറ്റ്, ചുണ്ണാമ്പ് കല്ല്, സ്ലേറ്റ്, കൽക്കരി. ആൻസർ വരുന്നത്
ഒരു സംശയം വേണ്ട, സ്ലേറ്റ് ആണ് വരിക. സ്ലേറ്റ് എന്നുള്ളതാണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. ഓക്കെ, മാർബിൾ എന്ന് പറഞ്ഞാൽ അതും വരും. അപ്പോൾ ഇവിടെ സ്ലേറ്റ് കൊടുത്തു, അപ്പോൾ സ്ലേറ്റ് ആണ് നമ്മുടെ ആൻസർ ആയിട്ട് വരിക. നെക്സ്റ്റ്, മനുഷ്യ വികസന സൂചിക റിപ്പോർട്ട് പ്രസിദ്ധീകരിക്കുന്നത് ആരാണ്? മനുഷ്യ വികസന അല്ലെങ്കിൽ മാനവിക വികസന സൂചിക റിപ്പോർട്ട്. ഓക്കെ, അത് എന്താ പറയുന്നത്, റിപ്പോർട്ട് പ്രസിദ്ധീകരിക്കുന്നത് ആരാണെന്നാണ് ചോദിച്ചത്. ലോക ബാങ്ക്, ലോക സാമ്പത്തിക ഫോറം, യുണൈറ്റഡ് നേഷൻസ് ഡെവലപ്മെന്റ് പ്രോഗ്രാം, അതുപോലെ തന്നെ UNCTAD എന്നൊക്കെ തന്ന ഓപ്ഷൻസ് ഉണ്ട്. അപ്പോൾ മാനവിക വികസന സൂചിക റിപ്പോർട്ട് പ്രസിദ്ധീകരിക്കുന്നത് ആര് എന്ന് ചോദിച്ചാൽ വളരെ സിമ്പിൾ ആയിട്ട് നിങ്ങൾ പറയണം. ആരാണ് വരിക? യുണൈറ്റഡ് നേഷൻസ് ഡെവലപ്മെന്റ് പ്രോഗ്രാം ആണ് UNDP. യുണൈറ്റഡ് നേഷൻസ് ഡെവലപ്മെന്റ് പ്രോഗ്രാം UNDP ആണ് എന്താണ് ഈ പറയുന്ന മാനവ വികസന സൂചിക റിപ്പോർട്ടൊക്കെ പ്രസിദ്ധീകരിക്കുന്നു എന്നുള്ള കാര്യം മനസ്സിലാക്കുക. ഓക്കെ, ഹ്യൂമൻ ഡെവലപ്മെന്റ് ഇൻഡെക്സ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് HDI എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വരുന്ന സാധനമാണ്. അടുത്തത്, ഇന്ത്യയിലെ ഏറ്റവും പഴക്കം ചെന്ന ഭൂപ്രകൃതി വിഭാഗം ഏതാണ്? ഇപ്പൊ നിലവിൽ നമ്മൾ പറഞ്ഞതെല്ലാം ടെക്സ്റ്റ് ബുക്ക് വരുന്നതാണ്. അടുത്തത്, ഇന്ത്യയിലെ ഏറ്റവും പഴക്കം ചെന്ന ഭൂപ്രകൃതി വിഭാഗം ഏതെന്നാണ് ചോദിച്ചത്. ഏറ്റവും പഴക്കം ചെന്നയാണ്. ഉത്തരപർവ്വത മേഖല, തീരസമതലം, സിന്ധു ഗംഗാ സമതലം, ഉപദ്വീപീയ പീഠഭൂമി. ആരാ വരുക? ഏറ്റവും പഴക്കം ചെന്നതെന്ന് കേട്ടാൽ ഒരു സംശയമില്ലാതെ നിങ്ങൾക്ക് പറയാൻ പറ്റണം. ഒരു സംശയം വേണ്ട, തീരസമതലം അല്ല, ആൻസർ വരുന്നത് ഉപദ്വീപീയ പീഠഭൂമിയാണ്. ഓപ്ഷൻ D ആണ് എന്നുള്ള കാര്യം മനസ്സിലാക്കുക. സിമ്പിൾ അല്ലേ? ഇതൊക്കെ ഡയറക്റ്റ് ഒന്ന് വായിച്ചു വിട്ടാൽ മതി. നിങ്ങൾ കിട്ടുന്നതിലും കൺഫ്യൂഷൻ അടിക്കണ്ട, ജസ്റ്റ് ടെക്സ്റ്റ് ഒന്ന് വായിച്ചു നോക്കുക. എന്നിട്ട് ഒരുപാട് ക്വസ്റ്റ്യൻ വർക്കൗട്ട് ചെയ്യണം, അല്ലെങ്കിൽ ഒന്നും ഓർമ്മ വരില്ല. ഓക്കെ, ക്ലിയർ. അടുത്തത്, ചുവടെ ചേർത്തിട്ടുള്ളവയിൽ സമുദ്രാന്തർ പർവ്വത നിരകൾ ഏത് ഇടങ്ങളിലെ സവിശേഷതയാണ്? ചുവടെ ചേർത്തിട്ടുള്ളവയിൽ സമുദ്രാന്തർ പർവ്വത നിരകൾ ഏത് ഇടങ്ങളിലെ സവിശേഷതയാണെന്നാണ് ചോദിച്ചത്. വിയോജക സീമകൾ, സംയോജക സീമകൾ, ഛേദക സീമകൾ, അതുപോലെ തന്നെ വൻകരാ സീമകൾ. ഇതിൽ സമുദ്രാന്തർ പർവ്വത നിരകൾ ഏത് ഇടങ്ങളിലെ സവിശേഷതയാണ് എന്ന് നമ്മളോട് ചോദിച്ചു. നമ്മുടെ ആൻസർ നമ്മൾ പറയും. ഏതാണ് വരിക? വിയോജക സീമകളാണ്. വിയോജക സീമകളാണ്. ഓപ്ഷൻ A ആണ് എന്നുള്ള കാര്യം ഉറപ്പിക്കുക. നെക്സ്റ്റ്, രാമകൃഷ്ണ മിഷന്റെ സ്ഥാപകന്റെ പേര് എഴുതുക. രാമകൃഷ്ണ മിഷന്റെ സ്ഥാപകന്റെ പേര്. ഓക്കെ, അപ്പൊ നമ്മൾ നേരെ ഓപ്ഷനിലേക്ക് വരുന്നു. MG റാനഡെ, സ്വാമി വിവേകാനന്ദൻ, സിസ്റ്റർ നിവേദിത, അരവിന്ദ ഘോഷ്. അപ്പൊ ശ്രീരാമകൃഷ്ണ പരമഹംസൻ എന്നൊക്കെ പറഞ്ഞുകൊണ്ട്, അപ്പൊ രാമകൃഷ്ണ മിഷൻ സ്ഥാപിച്ചത് അദ്ദേഹമല്ല, പകരം മറ്റൊരാളാണ്. ആരായിരിക്കും? ഒരു സംശയം വേണ്ട, നിങ്ങൾക്ക് കണ്ണും പൂട്ടി കറുപ്പിക്കാം. സിസ്റ്റർ നിവേദിത. തെറ്റും. ആൻസർ ഓപ്ഷൻ B ആണ്, സ്വാമി വിവേകാനന്ദൻ. സ്വാമി വിവേകാനന്ദനാണ് എന്നുള്ള കാര്യം നിങ്ങൾ മനസ്സിലാക്കുക. ഓക്കെ, അറിയുന്നതായിരിക്കും ഇതൊക്കെ. നിങ്ങൾ പണ്ട് മുതലേ എപ്പോഴെങ്കിലും കേട്ട് പരിചയപ്പെട്ട കാര്യങ്ങളൊക്കെ ആയിരിക്കും ഇതൊക്കെ ഉണ്ടാവുക. SAT ടെക്സ്റ്റ് ബുക്ക് ബേസ്ഡ് തന്നെയാണ് ക്വസ്റ്റ്യൻ. ഇപ്പൊ കഴിഞ്ഞ എക്സാം വരെയും ഇതേ ലെവൽ സിമ്പിൾ ആയിട്ട് തന്നെയാണ് സോഷ്യലിൽ വന്നിട്ടുള്ളത് എന്നുള്ള കാര്യം കൂടെ ഓർമ്മിപ്പിക്കുന്നു. നെക്സ്റ്റ്, ഇന്ത്യയുടെ തീരദേശങ്ങളിൽ വ്യാപകമായി കാണപ്പെടുന്ന നൈസർഗിക സസ്യജാലം എന്താണ്? തീരദേശങ്ങളിലാണ്, ഇന്ത്യയുടെ തീരദേശങ്ങളിൽ വ്യാപകമായിട്ട് കാണപ്പെടുന്ന നൈസർഗിക സസ്യജാലങ്ങൾ എന്താണെന്നാണ് ചോദിച്ചത്. നോക്കാം. നിത്യഹരിത വനങ്ങൾ, ഇലപൊഴിയും കാടുകൾ, കണ്ടൽ കാടുകൾ, മുൾക്കാടുകൾ. നിത്യഹരിത വനങ്ങളാണോ, ഇലപൊഴിയും കാടുകളാണോ, കണ്ടൽ കാടുകളാണോ, അല്ല മുൾക്കാടുകളാണോ? തീരദേശങ്ങളിൽ വ്യാപകമായിട്ട് കാണപ്പെടുന്ന നൈസർഗിക സസ്യജാലം ഏതാണെന്ന് ചോദിച്ചാൽ ഒരു സംശയമില്ല, നിങ്ങൾ പറയണം മാൻഗ്രൂവ്സ് അഥവാ കണ്ടൽ കാടുകൾ. എന്താണ് വരിക? കണ്ടൽ കാടുകളാണ് എന്നുള്ള കാര്യം നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കുക. ഓക്കെ, സിമ്പിൾ അല്ലേ? ശരി. അടുത്തത്, കേരളത്തിൽ ഏറ്റവും കൂടുതലായി കാണുന്ന മണ്ണിനം എന്താണ്? ഇതൊക്കെ ഒരുപാട് തവണ വന്ന ചോദ്യങ്ങളാണ്. കേരളത്തിൽ ഏറ്റവും കൂടുതലായിട്ട് കാണപ്പെടുന്ന മണ്ണിനം ഏതാണ്? നോക്കിയേ, ലാറ്ററൈറ്റ് മണ്ണ്, പർവ്വത മണ്ണ്, എക്കൽ മണ്ണ്, കറുത്ത മണ്ണ്. അപ്പൊ ലാറ്ററൈറ്റ്, പർവ്വതം, എക്കൽ, കറുത്തത്. അപ്പൊ ഇതിൽ ഏത് മണ്ണാണ് കേരളത്തിൽ ഏറ്റവും കൂടുതലായിട്ട് കാണപ്പെടുന്നതെന്നാണ് ചോദിച്ചത്. നിങ്ങൾക്ക് ഒരു സംശയമില്ലാതെ പറയാൻ പറ്റും, വളരെ എളുപ്പമുള്ള ചോദ്യം, ലാറ്ററൈറ്റ് മണ്ണാണ്. കേരളത്തിൽ ലാറ്ററൈറ്റ് ആണ്. കേരളം ലാറ്ററൈറ്റ്. ഓക്കെ, അപ്പൊ അതിൽ ഇനിയൊരു സംശയം ഉണ്ടാവാൻ പാടില്ല. ക്ലിയർ. ഇന്ത്യയിലാണെങ്കിൽ നിങ്ങൾക്ക് എക്കൽ മണ്ണ് എന്ന് പറയാം, ഇവിടെ കേരളത്തിലാവുമ്പോൾ ലാറ്ററൈറ്റ് മണ്ണ് എന്ന് പറയാം. ഓക്കെ, നെക്സ്റ്റ്, ചുവടെ കൊടുത്തിട്ടുള്ളവയിൽ തെക്കു പടിഞ്ഞാറൻ മൺസൂൺ കാറ്റുകൾ ഏത് കാറ്റുകളുടെ തുടർച്ചയാണ്? ഓക്കെ, ഇവിടെ ഏത് കാറ്റ് അഡീഷണൽ വന്നതാണ്, സോറി. എന്താണ് ചുവടെ ചേർത്തിട്ടുള്ളവയിൽ തെക്കു പടിഞ്ഞാറൻ മൺസൂൺ കാറ്റുകൾ ഏത് കാറ്റുകളുടെ തുടർച്ചയാണ് എന്നാണ് ചോദിച്ചത്. ക്ലിയർ. അപ്പൊ ഇപ്പം ക്ലിയർ ആയില്ലേ? തെക്കു പടിഞ്ഞാറൻ മൺസൂൺ കാറ്റുകൾ ഏത് കാറ്റുകളുടെ തുടർച്ചയാണ്? നോക്കാം. വടക്കു കിഴക്കൻ വാണിജ്യവാദങ്ങൾ, തെക്കു കിഴക്കൻ വാണിജ്യവാദങ്ങൾ, തെക്കു പടിഞ്ഞാറൻ വാണിജ്യവാദങ്ങൾ, പശ്ചിമവാദങ്ങൾ. 3-4 ഓപ്ഷൻ നിങ്ങൾക്ക് തന്നിട്ടുണ്ട്. അപ്പൊ ഇതിൽ ഏതിന്റെ തുടർച്ചയാണ് എന്നാണ് ചോദിച്ചത്. ഏത് കാറ്റുകളുടെ തുടർച്ചയാണ് തെക്കു പടിഞ്ഞാറൻ മൺസൂൺ കാറ്റുകൾ എന്ന് ചോദിച്ചു. അപ്പൊ നമുക്ക് എന്താ പറയാൻ പറ്റുക? ആരുടെ തുടർച്ചയായിരിക്കും? യാതൊരു സംശയവും വേണ്ട, തെക്കു കിഴക്കൻ വാണിജ്യവാദങ്ങളുടെ തുടർച്ചയാണ് തെക്കു പടിഞ്ഞാറൻ മൺസൂൺ കാറ്റുകൾ എന്നുള്ള കാര്യം ഓർത്തിരിക്കുക. നെക്സ്റ്റ്,
ടോപ്പോഗ്രാഫിക് ഭൂപടങ്ങൾ തയ്യാറാക്കുന്നത് ആരാണ്? മാപ്പ് അഥവാ ഭൂപടം വളരെ പ്രധാനപ്പെട്ട ഒരു ടോപ്പിക്കാണ്. ഭൂപടങ്ങളുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട കാര്യങ്ങൾ നിങ്ങൾ പഠിച്ചിരിക്കണം. ടൈപ്സ് ഓഫ് മാപ്സ് ഉണ്ട് അല്ലെ, അതൊക്കെ പറയുന്നുണ്ട് ടെക്സ്റ്റിൽ, അല്ലെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഗൂഗിൾ സെർച്ച് ചെയ്ത് പഠിച്ചാലും മതി, യൂട്യൂബിലൊക്കെ സെർച്ച് ചെയ്താൽ മതി. ഓക്കെ, മാപ്പുകൾ അറിയണം. പിന്നെ കളേഴ്സ് ഇൻ മാപ്പ്, മാപ്പുകൾ ഉപയോഗിക്കുന്ന പ്രധാനപ്പെട്ട കളറുകൾ, നിറങ്ങളുണ്ട്, അതൊക്കെ നമ്മൾ തന്നെ ചെയ്തിട്ടുണ്ട്. നിങ്ങൾ കളേഴ്സ് ഇൻ മാപ്പ് ഓഡിയോ പേജ് അടിച്ചാൽ തന്നെ ക്ലാസ് വരും. ഓക്കെ, അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിർബന്ധമായിട്ട് അറിഞ്ഞിരിക്കണം, വരാറുണ്ട്. ഇവിടെ ഇപ്പോൾ ടോപ്പോഗ്രാഫിക് ഭൂപടങ്ങൾ തയ്യാറാക്കുന്നത് ആരാണ് എന്നാണ് ചോദിച്ചത്. നാഷണൽ റിമോട്ട് സെൻസിംഗ് ഏജൻസി, കേരള സംസ്ഥാന ഭൂവിനിയോഗ ബോർഡ്, ഇന്ത്യൻ സ്പേസ് റിസർച്ച് ഓർഗനൈസേഷൻ, അതുപോലെ സർവേ ഓഫ് ഇന്ത്യ. ആരായിരിക്കും? വളരെ സിമ്പിൾ ആയിട്ട് മനസ്സിലാക്കുക. മാപ്പുമായി ബന്ധപ്പെട്ട ഭൂരിഭാഗം കാര്യങ്ങളും നമ്മുടെ ഫ്ലാഗ് ആയാലും ഈ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് കൂടുതലും സർവേ ഓഫ് ഇന്ത്യ ആണ്. മാപ്പ് ഏറ്റവും പ്രധാനപ്പെട്ട തന്നെയാണ്. മാപ്പ് ആയി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് സർവേ ഓഫ് ഇന്ത്യ ആണ്. അവർക്കാണ് അതിന്റെ അധികാരം എന്നുള്ളത് മനസ്സിലാക്കുക. അറിയാത്തവരോട് മാത്രമാണ്. നെക്സ്റ്റ്, തഞ്ചാവൂരിലെ ബൃഹദീശ്വര ക്ഷേത്രവുമായി ബന്ധപ്പെട്ടിരിക്കുന്നത് ആരാണ്? അതായത് ഏത് ഭരണാധികാരികളാണെന്നാണ് ചോദിച്ചത്. ചോളന്മാർ, പല്ലവന്മാർ, ചാലൂക്യന്മാർ, ഹോയ്സലന്മാർ. ഓക്കെ, ഹോയ്സലന്മാർ എന്നിങ്ങനെ 4 ഓപ്ഷൻ തന്നിട്ടുണ്ട്. അപ്പൊ ആരാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്? തഞ്ചാവൂരിലെ ബൃഹദേശ്വര ക്ഷേത്രം നിങ്ങൾ കേട്ടിട്ടുണ്ട്. ഒരു തവണ ചോദ്യം വന്നത് ഈ ബൃഹദേശ്വര ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണെന്ന് തന്നെ ചോദിച്ചിട്ടുണ്ട്. ബൃഹദേശ്വര ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? അപ്പൊ അത് തഞ്ചാവൂരാണ് അതിന്റെ ആൻസർ വന്നത്. ഇപ്പൊ ചോദിച്ചത് ഈ പറഞ്ഞ ക്ഷേത്രം തഞ്ചാവൂരിലാണെന്ന് തന്നിട്ടുണ്ട്, അത് ആരുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു എന്നാണ്. അപ്പൊ ഈ ഒരു ഭാഗം ഇമ്പോർട്ടന്റ് ആണ്, ഇതൊക്കെ ടെക്സ്റ്റ് ബുക്കിൽ അത്രയും പറയുന്നതാണ്. ഓക്കെ, അപ്പൊ ആൻസർ ആയിട്ട് വരുന്നത് എന്താണ്? ഒരു സംശയം വേണ്ട, ചോളന്മാരാണ്. ഓക്കെ, ചോളന്മാർ. നിങ്ങൾ റാങ്ക് ഫയലൊക്കെ ഉപയോഗിക്കുന്നവരുണ്ട്, ഈ ചോളന്മാര്, പല്ലവന്മാര്, ചോളചേരന്മാര് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ടോപ്പിക് തന്നെ അതിൽ കൊടുത്തിട്ടുണ്ടാവും. അതൊക്കെ ഡീറ്റെയിൽ ആയിട്ടുണ്ടാവും. അങ്ങനെ ഡീറ്റെയിൽസ് ഒന്നും വേണമെന്നില്ല. നിങ്ങൾ SCRT കൃത്യമായിട്ട് പഠിക്കാൻ പറ്റുമെങ്കിൽ അത് മാത്രം തൽക്കാലം പഠിച്ചാൽ മതി. ഇനി അല്ലെങ്കിൽ നിങ്ങൾക്ക് റാങ്ക് ഫയൽ കംപ്ലീറ്റ് പഠിക്കാം. ഓക്കെ, അടുത്ത ക്വസ്റ്റിലേക്ക് വരാം. 1857 വിപ്ലവത്തിന് കാൺപൂരിൽ നേതൃത്വം നൽകിയത് ആര്? 1857 ഒന്നാം സ്വാതന്ത്ര്യ സമരം എന്നൊക്കെ പറയുന്ന ആ ഒരു വിപ്ലവം ഉണ്ടല്ലോ, അതിന് കാൺപൂരിൽ നേതൃത്വം നൽകിയത് ആരും എന്നാണ് ചോദിച്ചത്. ബഹദൂർ ഷാ രണ്ടാമൻ, മംഗൾ പാണ്ഡെ, നാനാ സാഹിബ്, റാണി ലക്ഷ്മിബായി. ഇവരിൽ ആരാണ് കാൺപൂരിൽ നേതൃത്വം കൊടുത്തതെന്നാണ് ചോദിച്ചത്. കാൺപൂരിൽ നേതൃത്വം കൊടുത്തത് ആരായിരിക്കും? കാൺപൂരിലേക്ക് വരുമ്പോൾ നാനാ സാഹിബാണ്. അപ്പൊ 1857 വിപ്ലവം നിങ്ങൾ എന്തായാലും ഒന്ന് പഠിക്കണം. ഓക്കെ, അതിൽ പ്രധാനമായിട്ടുള്ള കാര്യങ്ങൾ, അതിന് പ്രധാനപ്പെട്ട നേതൃത്വം കൊടുത്ത കുറച്ച് ആളുകളെ കുറിച്ച് പറയുന്നുണ്ട്, അവരുടെ സ്ഥലങ്ങൾ പറയുന്നുണ്ട്, അത് അറിഞ്ഞിരിക്കണം. ഓക്കെ, അടുത്തത്, ഗട്ട മെലീത്ത എന്ന ശില്പം നിർമ്മിച്ചത് ആര്? ഇതൊക്കെ എന്തിനാണ്? നമ്മുടെ ടെക്സ്റ്റ് തന്നെയാണ്. റാഫേൽ, മൈക്കൽ ആഞ്ചലോ, പാബ്ലോ പിക്കാസോ, ഡൊണാറ്റലോ. ഗട്ട മെലീത്ത എന്ന് പറയുന്ന ചിത്രം ആരായിരിക്കും? റാഫേൽ ആണോ, മൈക്കൽ ആഞ്ചലോ ആണോ, പാബ്ലോ പിക്കാസോ ആണോ, ഡൊണാറ്റലോ ആണോ? അല്ലെ, ഗട്ട മെലീത്ത എന്ന് കേൾക്കുമ്പോൾ തന്നെ അതിന്റെ കൂടെ തന്നെ വരണം ഡൊണാറ്റലോ. അപ്പൊ ഗട്ട മെലീത്ത ഡൊണാറ്റലോ അങ്ങനെ തന്നെ പഠിച്ചിരിക്കും. നെക്സ്റ്റ്, തമ്മിൽ അകലം കുറവായ സമ്മർദ്ദ രേഖകൾ സൂചിപ്പിക്കുന്നത്. ഓക്കെ, തമ്മിൽ അകലം കുറവായ സമ്മർദ്ദ രേഖകൾ സൂചിപ്പിക്കുന്നത് എന്താണെന്നാണ് ചോദിച്ചത്. ഭൂപ്രദേശത്തിന്റെ കുത്തനെയുള്ള ചെരിവ്, തീവ്രമായ മർദ്ദന വ്യതിയാനം, ഭൂപ്രദേശത്തിന്റെ നേർത്ത ചെരിവ്, അതുപോലെ തന്നെ നേർത്ത മർദ്ദ വ്യതിയാനം. അപ്പൊ ഈ പറഞ്ഞ 4 ഓപ്ഷനിൽ തമ്മിൽ അകലം കുറവായ സമമർദ്ദ രേഖകൾ സൂചിപ്പിക്കുന്നത് എന്തിനാണെന്നാണ് ചോദിച്ചത് അല്ലെ. അപ്പൊ ആൻസർ ആയിട്ട് വരുന്നത് എന്താണ്? ഓപ്ഷൻ ബി ആണ്, തീവ്രമായ മർദ്ദന വ്യതിയാനമാണ്. തീവ്രമായ മർദ്ദന വ്യതിയാനത്തെ സൂചിപ്പിക്കുന്നു എന്നുള്ള കാര്യം ഓർത്തിരിക്കുക. നെക്സ്റ്റ്, കിസാൻ ക്രെഡിറ്റ് കാർഡിന്റെ ഗുണഭോക്താക്കളിൽ ഉൾപ്പെടുന്നത് ആരാണ്? കിസാൻ ക്രെഡിറ്റ് കാർഡാണ്. കിസാൻ ക്രെഡിറ്റ് കാർഡിന്റെ ഗുണഭോക്താക്കളിൽ ഉൾപ്പെടുന്നത് ഗവൺമെന്റ് ജീവനക്കാർ, കർഷകർ, ചെറുകിട വ്യവസായികൾ, ഇടത്തരം വ്യവസായികൾ അല്ലെ. അപ്പൊ ഇതിന്റെ ക്രെഡിറ്റ് കാർഡിൽ ഗുണഭോക്താക്കളായിട്ട് ഉൾപ്പെടുന്നത് ആരാണെന്ന് ചോദിച്ചാൽ നമുക്ക് വളരെ എളുപ്പത്തിൽ പറയാൻ പറ്റണം. ആരായിരിക്കും വരിക? കിസാൻ എന്നുള്ള പേര് തന്നെ ഉണ്ട്. ആൻസർ കർഷകരാണ്. കിസാൻ കൃഷിദീപ് എന്നൊക്കെ അറിയാലോ, കർഷകരാണ്. അപ്പൊ ഇപ്പൊ നിങ്ങൾ റീസെന്റ് ന്യൂസ് ഒക്കെ കണ്ടിട്ടുണ്ടാവും അല്ലെ. ക്ഷേമ പെൻഷനിൽ കുറെ സർക്കാർ ജീവനക്കാർ, എല്ലാവരും അല്ല, ഒന്ന് ആലോചിച്ച് നോക്കിയ നിങ്ങളുടെ അവസ്ഥ. നമ്മളെ അവസ്ഥയല്ല, നമ്മളൊന്ന് ആലോചിച്ച് നോക്കിയ അവരുടെ അവസ്ഥ അല്ലെ. അത്രയും ടോപ്പ് ലെവലിൽ നിൽക്കുന്ന ആളുകൾ പോലും ഇത്തരത്തിലുള്ള പിന്നെ കർഷകർ, അത്രയും ദാരിദ്ര്യം അല്ലെങ്കിൽ ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്ന ആളുകൾക്ക് മാറ്റി വെച്ചിട്ടുള്ള ആ ഒരു പിന്നെ പെൻഷനും കൂടി വാങ്ങിക്കുമെന്ന് വെച്ചാൽ അതൊക്കെ വാങ്ങി ഉപയോഗിക്കുക എന്നുള്ള അവരുടെ മെന്റാലിറ്റി ആലോചിച്ച് നോക്കിയേ, വളരെ ദയനീയമാണ്. ഓക്കെ, അപ്പൊ അതൊക്കെ ആലോചിക്കുമ്പോഴാണ്. അപ്പോൾ എന്തോ ആവട്ടെ, അപ്പൊ നമുക്ക് അതിലേക്ക് വരാം. അവരൊക്കെ അതിൽ കുറച്ച് ടീച്ചേഴ്സ് ഉൾപ്പെട്ടിട്ടുണ്ടെന്നാണ് പറഞ്ഞത്. അവന്മാരൊക്കെ പഠിപ്പിക്കുന്ന ആ കുട്ടികളുടെ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്ക്. ഓക്കെ, എന്തോ ആവട്ടെ. അപ്പൊ നമ്മുടെ ആൻസർ കർഷകരാണ്. നെക്സ്റ്റ്, കേരളത്തിലെ ഏറ്റവും വടക്ക് ഭാഗത്തുള്ള നദി ഏതെന്നാണ്? കേരളത്തിലെ ഏറ്റവും വടക്ക് ഭാഗത്തുള്ള നദി നിങ്ങൾക്ക് അറിയുന്ന നദി തന്നെയാണ്, പക്ഷെ ഇവിടെ ഓപ്ഷൻ വരുമ്പോൾ ചെറിയൊരു കൺഫ്യൂഷൻ തോന്നും. ഒന്നും നോക്കണ്ട. ഏറ്റവും വടക്ക് ഭാഗത്ത് കാണപ്പെടുന്ന നദി എന്നാണ് ചോദിച്ചത്. കേരളത്തിലെ വടക്ക് ഭാഗമാണ്. മാഹി നദി,
ബംഗ്ര മഞ്ചേശ്വര ഹോളെ, വളപട്ടണം പുഴ, ഭാരതപ്പുഴ. ഏറ്റവും വടക്ക് എന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പൊ പിന്നെ നിങ്ങൾ അതിൽ മാഹി നദി നമ്മളെ കുറച്ച് തലശ്ശേരി കണ്ണൂർ ഭാഗത്തേക്ക് വന്നു അല്ലെ. വളപട്ടണം കണ്ണൂർ കഴിഞ്ഞു, കണ്ണൂർ തന്നെയാണ്. ഭാരതപ്പുഴ ഇങ്ങോട്ടേക്ക് വരുന്നില്ല. പിന്നെ വരുന്ന ബംഗ്ര മഞ്ചേശ്വരം. ഒന്നുമില്ല, മഞ്ചേശ്വരം പുഴ എന്ന് നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. അപ്പോൾ അതന്നെയാണ് അതിന്റെ ശരിക്കും യഥാർത്ഥ പേരായിട്ടുള്ള ബംഗ്ര മഞ്ചേശ്വര ഹോളെ എന്ന് തന്നേ ഉള്ളൂ. അപ്പൊ ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആണ് എന്നുള്ള കാര്യം നിങ്ങൾ ഒരു സംശയമില്ലാതെ മനസ്സിലാക്കുക. നെക്സ്റ്റ്, പാതുവ സർവകലാശാല സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? പാതുവ സർവകലാശാല സ്ഥിതി ചെയ്യുന്നത്, നമ്മളിത് ഒരുപാട് തവണ വരുന്നതാണ്, ഇത് ഇങ്ങനെ ചോദിക്കാറുണ്ട്. ഓക്കെ, അപ്പൊ ഇതിപ്പോ ഇത്തവണ ചോദിച്ച പാതുവയാണ്. പാതുവ ജപ്പാൻ, ചൈന, ഇറ്റലി, ബ്രിട്ടൻ ഇവരിൽ എവിടെയാണ് പാതുവ സർവകലാശാല സ്ഥിതി ചെയ്യുന്നതാണ് ചോദിച്ചത് അല്ലെ. പാതുവ എവിടെയാണെന്ന് നേരത്തെ കോർദോവയാണ് ചോദിച്ചത്, ഇപ്പൊ പാതുവയാണ് ചോദിച്ചത്. അങ്ങനെ എല്ലാം വരാറുണ്ട്. ഇതൊക്കെ ഒരുമിച്ച് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ പറയുന്നതാണ്. അപ്പൊ പാതുവ എവിടെയാണ്? ഇറ്റലിയിലാണ് എന്നുള്ളത് ഓർത്തിരിക്കുക. ഇറ്റലിയിലുള്ള സർവകലാശാലയാണ്. അങ്ങനെ നമ്മൾ ഇന്നത്തെ ലാസ്റ്റ് ക്വസ്റ്റിലേക്ക് വരുന്നു. കുറിഞ്ചി തിണയുടെ ഭൂമിശാസ്ത്രപരമായ സവിശേഷത കണ്ടെത്തുക. കുറിഞ്ചി ഇതിന് മുന്നേ നമ്മൾ പറഞ്ഞാണ്. ഇപ്പൊ തിണകൾ ഇമ്പോർട്ടന്റ് ആണ്. തിണകളിൽ കുറിഞ്ചിയാണ് ഇപ്പൊ കൂടുതലും ചോദിച്ചു കാണുന്നത്. എല്ലാം വരാം. അപ്പൊ കുറിഞ്ചി, മരുതം, മുല്ലൈ, പാലൈ എന്നൊക്കെ പറഞ്ഞ് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. അപ്പൊ അതൊക്കെ പഠിക്കണം. ഓക്കെ, അപ്പൊ കുറിഞ്ചി തിണയുടെ ഭൂമിശാസ്ത്രപരമായിട്ടുള്ള സവിശേഷത ചോദിച്ചാൽ സമുദ്രതീര പ്രദേശമാണോ, കുന്നിൻ പ്രദേശമാണോ, വരണ്ട ഭൂമിയാണോ, നദീതടമാണോ? ഏതാ വരുക? കുറിഞ്ചി. കു അതിൽ തന്നെ ഉണ്ട് പേര് കുറിഞ്ചി അല്ലെ. ആൻസർ വരുന്നത് കുന്നിൻ പ്രദേശമാണ് എന്നുള്ളത് ഓർത്തിരിക്കുക. കുന്നിൻ പ്രദേശമാണ് കുറിഞ്ചി. ഓക്കെ, അപ്പൊ അതൊന്ന് നോട്ട് ചെയ്ത് വെക്കുക. കുന്നിൻ പ്രദേശത്തെ കുറിഞ്ചി. ഓക്കെ, കുന്നിൻ പ്രദേശത്തെ കുറിഞ്ചി അല്ലെ, കുറിഞ്ചിക്കുന്ന് അങ്ങനെ എന്തെങ്കിലും ഓർത്തിരിക്കുക, കോഡ് ചെയ്ത് വെക്കുക. ഓക്കെ, അപ്പൊ ഇത്രയാണ് നമ്മൾ ഇന്ന് പറയുന്നത്. അപ്പൊ സോഷ്യൽ വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ്. നന്നായിട്ട് സ്കോർ ചെയ്യാൻ പറ്റും. ഞാൻ വീണ്ടും ഒരു സംശയം നിങ്ങൾക്ക് ഉണ്ടാവാൻ പാടില്ല. കാറ്റഗറി 2 അപ്ലൈ ചെയ്തവരാണെങ്കിൽ അപ്ലിക്കേഷൻ കൊടുത്ത സമയത്ത് സോഷ്യൽ ആണോ സയൻസ് മാത്സ് ആണോ എന്ന് ഓപ്റ്റ് ചെയ്യാൻ ഓപ്ഷൻ ഇല്ല. നിങ്ങൾക്ക് ഇപ്പോൾ ഏതാണ് എളുപ്പം അത് നിങ്ങൾ പഠിക്കുക. എക്സാം ഹാളിൽ എത്തിയിട്ട് നിങ്ങളുടെ കയ്യിൽ 2 ക്വസ്റ്റ്യൻ പേപ്പറും കിട്ടും. അതിൽ നിങ്ങൾക്ക് ഏതാണോ വേണ്ടത് അത് നിങ്ങൾ എടുത്താൽ മതി. അപ്പം നിങ്ങൾ OMRൽ നിങ്ങളോട് ചോദിക്കും നിങ്ങൾ സോഷ്യൽ ആണോ അറ്റൻഡ് ചെയ്യുന്നത് അല്ല സയൻസ് മാത്സ് ആണോ ചോദിക്കും. സോഷ്യൽ ആണെങ്കിൽ അതിന് നേരെ കാണിക്കുന്ന വട്ടത്തിൽ നിങ്ങൾ എന്ത് ചെയ്യണം? ഇങ്ങനെ ബബിൾ ചെയ്യണം. സയൻസ് മാത്സ് ആണെങ്കിൽ അതിന് നേരെ കാണിക്കുന്നതിൽ ബബിൾ ചെയ്യുക. അപ്പൊ ഏതാണോ ബബിൾ ചെയ്യുന്നത് അതായിരിക്കും നിങ്ങളുടെ വാല്യുവേഷനിൽ ഉപയോഗിക്കുക. ഓക്കെ, അവർ നോക്കുക. അപ്പൊ നിങ്ങൾ സോഷ്യൽ ബബിൾ ചെയ്തിട്ട് സോഷ്യലിന്റെ ക്വസ്റ്റ്യൻ പേപ്പർ ഓപ്പൺ ചെയ്യുക. നിങ്ങൾ സയൻസ് ആണെങ്കിൽ അത് ബബിൾ ചെയ്തിട്ട് സയൻസിന്റെ ക്വസ്റ്റ്യൻ ഓപ്പൺ ചെയ്യുക. രണ്ടും നിങ്ങളുടെ കയ്യിലുണ്ടാവും. ഇത്രയും കാര്യങ്ങൾ മനസ്സിലാക്കുക. ഇന്നത്തെ സെഷൻ ക്ലിയർ ആയിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തിട്ട് നിങ്ങൾ കമന്റും കാര്യങ്ങളൊക്കെ ഒന്ന് ചെയ്യുക. ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കുക. കൂടുതൽ ക്വസ്റ്റ്യൻസ് ഒക്കെ വർക്ക്ഔട്ട് ചെയ്യുക. ഓക്കെ, അടുത്ത സെഷനിൽ കാണാം. താങ്ക് യു.